എൻഡോസൾഫാൻ നിരകളോട് അധികൃതരുടെ ക്രൂരത വീണ്ടും. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ എൻഡോസൾഫാൻ നിരയായ കുട്ടിക്ക് ഇരട്ട ദുരിതം. ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ കുട്ടിയുടെ കാലുകൾക്ക് പൊട്ടലേറ്റു. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാസർഗോഡ് മേഖലയിൽ നടക്കുന്ന ഫാസിസ്റ്റ് അക്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കില്ലെന്ന് ചെറുക്കളം അബ്ദുള്ള. കാസർഗോഡ് SP ഓഫീസ് പരിസരത്ത് ചൂരി മഹല്ല് കമ്മിറ്റി കോൺഫെഡറേഷന്റെ ജനകീയ കൂട്ടായ്മ. ബേക്കൽ BRC പരിധിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മൾട്ടി കാറ്റഗറി റിസോഴ്സ് സെന്റർ. കിസ്വയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച റിസോഴ്സ് സെന്റർ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പോലീസ് ഡ്യൂട്ടി മീറ്റിൽ താരമായി കാസർഗോഡ് പോലീസ് ഡോഗ് സ്ക്വാഡിലെ കറുത്തമുത്ത്. സംസ്ഥാനത്തെ മികച്ച പോലീസ് നായക്കുള്ള സ്വർണ്ണ മെഡൽ നേടിയാണ് ബഡ്ഡി എന്ന പോലീസ് നായ ജില്ലാ പോലീസിന് അഭിമാനമായത്. അലങ്കാര മത്സ്യങ്ങൾ വിൽക്കുന്നവരും വളർത്തുന്നവരും ദുരിതത്തിലേക്ക്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ ജീവിതം വഴിമുട്ടി വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ എൻഡോസൾഫാൻ നിരയായ കുട്ടിക്ക് ഇരട്ട ദുരിതം. കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ ആദൂരിലെ അബൂബക്കറിന്റെ മകൻ റാസിക്കിനാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനിടയിൽ കൈകാലുകളിലെ എല്ലുകൾക്ക് പൊട്ടലേറ്റത്. വിവരമറിഞ്ഞ് P കരുണാകരൻ MPയും MLA NA നെല്ലിക്കുന്നും ആശുപത്രിയിലെത്തി. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ചെയ്ത എൻഡോസൾഫാൻ നിരയുടെ കൈയും കാലും മുറിഞ്ഞ സംഭവത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കുട്ടിക്കാവശ്യമായ എല്ലാ തുടർ ചികിത്സയും വിദഗ്ധ ഡോക്ടർമാരുടെ കീഴിൽ ലഭ്യമാക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഡിവൈഎഫ്ഐ നേതാക്കളും ഡെപ്യൂട്ടി കളക്ടറും ഹോസ്പിറ്റൽ അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്ന് കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ആദൂരിലെ അബൂബക്കറിന്റെ മകൻ അബ്ദുൾ റാസിക്കിനാണ് ഈ ദുരവസ്ഥ നേരിട്ടത്. കാലിലും കൈയിലും ചെറിയ തോതിൽ വളവുള്ളത് കാരണം ഡോക്ടർ ഫിസിയോതെറാപ്പിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടി നിർത്താതെ കരയുന്നത് കണ്ടാണ് കുട്ടിയുടെ കാലിലെ വീക്കം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വണ്ടിയില്ലാത്ത കാരണം ഞായറാഴ്ച കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ സാധിച്ചില്ല. തിങ്കളാഴ്ച ആശുപത്രിയിലെത്തിച്ചെങ്കിലും പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല എന്ന കാരണം പറഞ്ഞ് ഡോക്ടർമാർ കോട്ടൺ ബാൻഡേജ് ചെയ്യുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ ആശുപത്രിയിലെത്തിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് എല്ലൊടിഞ്ഞതായി കണ്ടത്. തുടർന്ന് കയ്യിലും കാലിലും പ്ലാസ്റ്റർ ചെയ്യുകയായിരുന്നു. കുഞ്ഞിക്ക് മുട്ടുവേദന അറിഞ്ഞിട്ട് വെള്ളിയാഴ്ച കൊടന്ന് കാണിക്കാൻ അറിഞ്ഞിട്ട് അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഫിസിയോതെറാപ്പി ചെയ്തിട്ട് നമ്മളേക്ക് പിന്നെ ഡോക്ടർ എഴുതിയിട്ട് സിസ്റ്റർ ചെയ്ത് വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ വീങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇങ്ങനെ തിങ്കളാഴ്ച കൊണ്ടിട്ട് ഞാൻ പറഞ്ഞ് എക്സ്റേ എടുക്കണമെന്ന്. എക്സ്റേ എടുത്തിട്ടാകുമ്പോൾ പൊട്ടിയിട്ടുണ്ട്, കാലിൽ എല്ല് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കൈ ഞങ്ങൾ കണ്ടിട്ടാഞ്ഞ് ഇന്നലെ കണ്ടത് കൈ വീങ്ങിയിട്ട്. അങ്ങനെ ഇന്ന് കൈ കാണിക്കാൻ വന്നിട്ടാകുമ്പോൾ കൈൻ്റെ 2 എല്ല് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓർ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളേന്ന് വന്ന് തെറ്റല്ല, നിങ്ങൾ വണ്ടിയിൽ പോയിട്ടാകുമ്പോൾ എന്തോ കുലുങ്ങിയിട്ട് ഇതായത് പൊട്ടിയതെന്ന് പറഞ്ഞിട്ട് ഓർ ബയ്യോട് ഞങ്ങളെ വാക്ക് പറഞ്ഞു. ഓർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല, ഓർ ഇങ്ങോട്ട് പറയുന്നതല്ലാതെ. ചെയ്തത് സിസ്റ്റർ ഫിസിയോതെറാപ്പിൻ്റെ സിസ്റ്റർ ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. P കരുണാകരൻ MP, NA നെല്ലിക്കുന്ന് MLA, CPM ജില്ലാ കമ്മിറ്റി അംഗം സിജി മാത്യു, CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശിവപ്രസാദ്, ഡിവൈഎഫ്ഐ നേതാക്കളായ സുഭാഷ് പാടി, JN കാടകം, അനിൽ ചെന്നിക്കര തുടങ്ങിയവർ ആശുപത്രിയിലെത്തി കുട്ടിയെ സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹവും സമാധാനവും ഐക്യവും നിലനിർത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന് മുൻ മന്ത്രിയും സംയുക്ത ജമാഅത്ത് പ്രസിഡന്റുമായ ചെറുക്കളം അബ്ദുള്ള പറഞ്ഞു. കാസർഗോഡ് മേഖലയിൽ നടക്കുന്ന ഫാസിസ്റ്റ് അക്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡ് SP ഓഫീസ് പരിസരത്ത് ചൂരി മഹല്ല് കമ്മിറ്റി കോൺഫെഡറേഷൻ നടത്തിയ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജനകീയ അവബോധമുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൂരി പ്രദേശത്തെ മഹല്ല് കമ്മിറ്റികളുടെ കോൺഫെഡറേഷൻ പാറക്കെട്ട് SP ഓഫീസ് പരിസരത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മുൻ മന്ത്രിയും സംയുക്ത ജമാഅത്ത് പ്രസിഡന്റുമായ ചെറുക്കളം അബ്ദുള്ള കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹവും സമാധാനവും ഐക്യവും നിലനിർത്താൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്നേഹവും സമാധാനവും ഐക്യവും നിലനിർത്തിക്കൊണ്ടുപോകാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശമാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ പ്രകീർത്തിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ കാസർഗോഡ് പ്രദേശത്ത്
ചൂരി മേഖല ഉൾക്കൊള്ളുന്ന ചൂരി, പട്ടംപാറ, പാറക്കെട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ അനേകം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ അഴിഞ്ഞാട്ടം ജനാധിപത്യ വിശ്വസികളായ ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. പരിപാടിയിൽ ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു. MLA-മാരായ NA നെല്ലിക്കുന്ന, PB അബ്ദുൾ റസാഖ്, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, CA മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് ഷുക്കൂർ, അബ്ദുൾ അസീസ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ബേക്കൽ BRC പരിധിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നിർമ്മിച്ച മൾട്ടി കാറ്റഗറി റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം ജൂലൈ 14-ന് നടക്കും. കിസ്വയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച റിസോഴ്സ് സെന്റർ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതം വിതറിയ വിവിധ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ബേക്കൽ BRC. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ വീടുകളിലും വിദ്യാലയങ്ങളിലും BRC നടത്തിയ സർവേയുടെ ഭാഗമായാണ് മൾട്ടി കാറ്റഗറി റിസോഴ്സ് സെന്റർ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. സാമൂഹിക സാംസ്കാരികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കിസ്വയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് റിസോഴ്സ് സെന്റർ പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം ജൂലൈ 14-ന് മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേക്കൽ BRCയോട് ചേർന്നുകൊണ്ട് കോട്ടിക്കുളം GUP സ്കൂളിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള മൾട്ടി കാറ്റഗറി റിസോഴ്സ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം 14-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ E. ചന്ദ്രശേഖരൻ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ പുതുമ MLA ശ്രീ K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. ഈ ഒരു മൾട്ടി കാറ്റഗറി റിസോഴ്സ് സെൻറ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കോട്ടിക്കുളത്തെ പ്രമുഖ സാമൂഹ്യ സംഘടനയായിട്ടുള്ള കിസ്വയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ്. എൻഡോസൾഫാൻ ദുരിതം വിതറിയ വിവിധ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ബേക്കൽ BRC. ഈ BRC പരിധിയിലെ BRCയുടെ നേതൃത്വത്തിൽ, SSIയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ 5 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ 283ഓളം ഭിന്നശേഷിക്കാരായിട്ടുള്ള വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ഉദുമ MLA K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. ഇക്ബാൽ കരിപ്പോടി, KV ദാമോദരൻ, ഹനീഫ പാലക്കുന്ന്, ഷാഫി പള്ളിക്കാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന പോലീസ് ഡ്യൂട്ടി മീറ്റിൽ താരമായി കാസർഗോഡ് പോലീസ് ഡോഗ് സ്ക്വാഡിലെ കറുത്തമുത്ത്. സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് ബഡ്ഡി എന്ന പോലീസ് നായ ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡിന് അഭിമാനമായത്. കറുത്തിരുണ്ട് ശൗര്യമുള്ള ഈ പോലീസ് നായയെ കണ്ടാൽ ആരും അതിശയപ്പെട്ടു പോകും. 1.5 വർഷമായി കാസർഗോഡ് പോലീസിൻ്റെ കറുത്തമുത്താണ് ഈ മിടുക്കി. ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡിന് അഭിമാനമായിരിക്കുകയാണ് ബഡ്ഡി എന്ന ഈ പോലീസ് നായ. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന പോലീസ് ഡ്യൂട്ടി മീറ്റിൽ സ്ഫോടക വസ്തു വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് ബഡ്ഡി സംസ്ഥാനത്തെ മികച്ച പോലീസ് നായയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പോലീസ് നായകളെ പിന്തള്ളിയാണ് ഈ വടക്കൻ മിന്നും താരമായത്. അനുസരണം, സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിലുള്ള പ്രാവണ്യം എന്നിവയാണ് ലാബറട്ടറി ഇനത്തിൽപ്പെട്ട ബഡ്ഡിയെ സ്വർണ്ണ മെഡലിന് അർഹയാക്കിയത്. ഇതോടെ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ മീറ്റിലേക്ക് ബഡ്ഡി തിരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ് AR ക്യാമ്പിലെ KK അജേഷ്, മനു P. ചെറിയാൻ എന്നിവരാണ് ബഡ്ഡിയുടെ പരിശീലകർ. ന്യൂസ് ഡെസ്ക് KCN. അലങ്കാര മത്സ്യങ്ങൾ വിൽക്കുന്നവരും വളർത്തുന്നവരും ദുരിതത്തിലേക്ക്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ ഉത്തരവാണ് ഈ മേഖലയിൽ ഉപജീവനം തേടുന്ന ആയിരങ്ങൾക്ക് തിരിച്ചടിയായത്. അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനും വിൽക്കുന്നതിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മെയ് 23 ഇറക്കിയ ഉത്തരവാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കായ വ്യാപാരികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഉത്തരവ് വന്നതിനെ തുടർന്ന് അലങ്കാര മത്സ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല വിൽപ്പന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. പല വിൽപ്പന കേന്ദ്രങ്ങളും പുതുതായി മത്സ്യവിൽപ്പനയ്ക്ക് എത്തിക്കാതെ വെറുതെ തുറന്നു കിടക്കുന്നു. അലങ്കാര മത്സ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അനേക സ്ഥാപനങ്ങളാണ് ജില്ലയിലുള്ളത്. ഇതിൽ അക്വേറിയം നിർമ്മാണ യൂണിറ്റും അലങ്കാര മത്സ്യ വിപണന കേന്ദ്രങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും ഉൾപ്പെടും. കൂടാതെ വീടുകൾ കേന്ദ്രീകരിച്ച് വീട്ടമ്മമാരുടെ അധിക വരുമാനം എന്ന നിലയിൽ മത്സ്യങ്ങളുടെ വളർത്തലും വിൽപ്പനയും നടന്നു. എന്നാൽ ഇതിപ്പോൾ പലയിടത്തും നിലച്ച മട്ടാണ്. ഒരു വീട് നിർമ്മിച്ചാൽ അവിടെ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു അക്വേറിയം ഉണ്ടാക്കുക എന്നത് നാട്ടിലെ കുടുംബങ്ങളുടെ ശീലമായി മാറിയിരിക്കുകയാണ്.
കൂടാതെ വൻകിട ആശുപത്രികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ മുതൽമുടക്കുള്ള അക്വേറിയങ്ങൾ സാധാരണമാണ്. പുതിയ നിയമം നിലവിൽ വന്നാൽ അലങ്കാര മത്സ്യങ്ങൾ വിപണനം നടത്തുന്ന സ്ഥലത്ത് ക്വാറന്റൈൻ മുറി, ഇത് സംബന്ധിച്ച് ഡോക്ടർ എന്നിവ വേണമെന്നത് നിർബന്ധമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ മത്സ്യത്തിൻ്റെ 5 ഇരട്ടി വിസ്തീർണമുള്ള കൂടുകളിലെ ഇവയെ വളർത്താവൂ എന്നും നിയമത്തിലുണ്ട്. ബൗളുകളിൽ മത്സ്യം വളർത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പുതിയ നിയമം സംബന്ധിച്ച ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അന്വേഷണം തുടരുമ്പോഴും ഫിഷറീസ്, അനുബന്ധ വകുപ്പുകൾ എന്നിവയിൽ നിന്ന് യാതൊരുവിധ വിവരങ്ങളും ലഭിക്കുന്നില്ല. ഏകദേശം 4-5 ആഴ്ച മുന്നേ ചില പത്രമാധ്യമങ്ങൾ കണ്ട ഒരു റിപ്പോർട്ട് നമ്മുടെ സമൂഹത്തിലെ അലങ്കാര മത്സ്യങ്ങളെ പോലെയുള്ള ജീവികളെ സ്നേഹിക്കുന്ന സമൂഹത്തിൽ ആകെ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. 150ഓളം വരുന്ന അലങ്കാര മത്സ്യങ്ങൾ നിരോധിച്ചായി ചില മാധ്യമങ്ങൾ നാം കാണുകയുണ്ടായി. ചുരുക്കത്തിൽ ഈ മേഖല വൻകിടക്കാരുടെ കയ്യിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. സ്വാശ്രയ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും ABVP ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ച് ABVP ജില്ലാ കൺവീനർ ശ്രീഹരി രാജപുരം ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ ഫീസ് വർധനവ് പിൻവലിക്കുക, സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥികളോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ABVP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഗവൺമെൻറ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കലക്ടറേറ്റ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. മാർച്ച് ABVP ജില്ലാ കൺവീനർ ശ്രീഹരി രാജപുരം ഉദ്ഘാടനം ചെയ്തു. റിസൾട്ട് വന്നു. ആ സമയത്ത് ഏകദേശം 30,000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരുടെ മാർക്ക് ലിസ്റ്റിൽ മുഴുവൻ അപാകതയാണ്. അത് കൊടുത്ത സമയത്ത് വീണ്ടും തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖല എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അബ്ദുറബ് വന്നിരുന്നു. അബ്ദുറബിൻ്റെ പോലും പക്വത കാണിക്കാനാണ് ഇവിടെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. M ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് കൺവീനർ രാഹുൽ പായിച്ചാൽ, K രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം ഹൊസങ്കടി ലോട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചു. കുമ്പള CI VV മനോജിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. തിക്കും തിരക്കും വർദ്ധിച്ച ഹൊസങ്കടിയിൽ അടുക്കുംചിട്ടയുമുള്ള സാഹചര്യമൊരുക്കാനാണ് കുമ്പള CI VV മനോജിന്റെ നേതൃത്വത്തിൽ ഹൊസങ്കടിയിൽ യോഗം സംഘടിപ്പിച്ചത്. ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, വ്യാപാരികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരെ സംയുക്തമായി സംഘടിപ്പിച്ചാണ് യോഗം നടത്തിയത്. ടൗണിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റുമുള്ള മാർഗനിർദ്ദേശങ്ങളും ചർച്ചകളും യോഗത്തിനുണ്ടായി. യോഗം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഹൊസങ്കടിയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യാനും തീരുമാനമായി. അനധികൃതമായി ഓട്ടോ സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് കുമ്പള CI വ്യക്തമാക്കി. മഞ്ചേശ്വരം SI അനൂപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ ഉദ്യാവർ, മഞ്ചേശ്വരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A മുക്താർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മരുന്നു മേഖലയെ GST പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേരള മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KMSRA സംസ്ഥാന കമ്മിറ്റി അംഗം VC മാധവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മരുന്നു മേഖലയെ GSTയിൽ നിന്ന് ഒഴിവാക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ തൊഴിൽ നയങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചത്. KMSRA സംസ്ഥാന കമ്മിറ്റി അംഗം VC മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിർഭാഗ്യവശാൽ അതിൻ്റെ ഗുണഫലങ്ങളും ജനങ്ങൾക്ക് മാത്രമല്ല, ഇതെല്ലാം തന്നെ ജനങ്ങൾ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ GSTയിൽ വരുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജനറിക് മരുന്നുകളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ, മരുന്നുകളുടെ വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഘടനയെല്ലാം തന്നെ നമുക്കറിയാം. മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത് ഇതിപ്പോൾ മാർക്കറ്റ് കോമ്പറ്റീഷൻ അടിസ്ഥാനത്തിലാണ് മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത്. FMRയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്, കാലാകാലങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ നിശ്ചയിക്കണം. പക്ഷേ ഒരു കാരണവശാലും അതിന് മരുന്ന് കമ്പനികൾ തയ്യാറാവുന്നില്ല. ജില്ലാ പ്രസിഡന്റ് P കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P മനോജ്, P സുകുമാരൻ, PP സുധീർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയകറ്റാൻ BJP ശക്തമായ പ്രചാരണങ്ങൾ നടത്തണമെന്ന് തലശ്ശേരി അതിരൂപതാ വികാരി ജോർജ് എളുക്കുന്നേൽ പറഞ്ഞു. കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ച ജില്ലാ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റാൻ BJP ശക്തമായ പ്രചരണങ്ങൾ നടത്തണമെന്ന് തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ റവറൻ ജോർജ് എളുക്കുന്നേൽ പറഞ്ഞു. ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ച കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. ബീഫിന്റെ പേരിൽ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നതെന്നും യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയാമെന്നും ന്യൂനപക്ഷ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ് കത്തോലിക്ക സഭയെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ഈ മലബാർ പ്രദേശങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുക. അവിടെ എല്ലാം കാണുന്നത് ഈ റോഡും പാലവും എല്ലാം ഉണ്ടാക്കി ഇന്നും റോഡുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാ? എല്ലാവരും കൂടെ കിളച്ചു കൊണ്ടത് റോഡിന്റെ മുകളിൽ അല്പം ടാറിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് നികുതിപ്പണം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലും പൂർത്തിയാക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ജനങ്ങൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്? ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്തുമായിക്കൊള്ളട്ടെ, കേരളത്തിലെ ന്യൂനപക്ഷമായിരിക്കുന്ന വേറെ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ന്യൂനപക്ഷമായിരിക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ നിലപാട്, ഒരു വലിയ തുറവി ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരിപാടിയിൽ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് KV മാത്യു അധ്യക്ഷനായി. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി CP സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA സുലൈമാൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജനറൽ സെക്രട്ടറി A വേലായുധൻ, റവറൻ ഫാദർ സെബാസ്റ്റ്യൻ പൊടിമറ്റം, സിദ്ദിഖ് ബഗാഫി, N മധു, ജോൺ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടമായി. മന്ത്രി E ചന്ദ്രശേഖരൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയ്തു. മികവിന്റെ കേന്ദ്രമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. MLA കൂടിയായ മന്ത്രി E ചന്ദ്രശേഖരന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 62 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. അവരാവശ്യപ്പെടുകയും പണം അനുവദിക്കുകയും തുടർ പ്രവർത്തനം ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്യുന്നു എന്നത് വലിയ സന്തോഷകരമായ കാര്യം. ഞാൻ എനിക്ക് നടത്താത്ത പ്രദേശങ്ങളിൽ പേര് പോലും പറ്റുന്നില്ല. ഏതായാലും അത്തരം സ്ഥലങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ പൊതുപ്രവർത്തകരുടെ ആ പ്രദേശത്തെ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ ഒക്കെ താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ വേണ്ടത്ര ജാഗ്രതയില്ലായ്മയാണ് അതിന് കാരണം. സ്കൂളിൽ SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ജില്ലാ പഞ്ചായത്ത് അംഗം M കേളുപ്പണിക്കർ ഉപഹാരം നൽകി അനുമോദിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ അധ്യക്ഷനായി. M നാരായണൻ, N യമുന, PV രുക്മിണി, EP രാജഗോപാലൻ, V പ്രകാശൻ, ബംഗളം കുഞ്ഞിക്കണ്ണൻ, VA നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് V രാജൻ സ്വാഗതവും പ്രിൻസിപ്പാൾ MK രാജശേഖരൻ നന്ദിയും പറഞ്ഞു. കൂലി വർധനവ് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റിൽ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികളാണ് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേർപ്പെട്ടത്. കൂലി വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. ക്ഷേമനിധി ബോർഡ് മുഖേനയും ലേബർ ഓഫീസർ മുഖേനയും ചർച്ചകൾ നടത്തിയിട്ടും മത്സ്യ മൊത്ത വ്യാപാരികൾ കൂലി വർധനവ് നടത്താത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത്. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച സമരത്തിൽ മുഴുവൻ തൊഴിലാളികളും അണിനിരന്നു. അനിശ്ചിതകാല പണിമുടക്ക് സമരം CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. KT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായി. ഷംസുദ്ദീൻ, രാജീവൻ, TV കരിയൻ, യൂനുസ് തുടങ്ങിയവർ സംസാരിച്ചു. TKK നായർ സ്മാരക പുരസ്കാരം ഡോക്ടർ PV കൃഷ്ണൻ നായർ ഏറ്റുവാങ്ങി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് ചടങ്ങ് നടന്നത്. മാതൃഭൂമി ലേഖകൻ TKK നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ TKK നായർ സ്മാരക പുരസ്കാരം ഡോക്ടർ PV കൃഷ്ണൻ നായർ ഏറ്റുവാങ്ങി. മന്ത്രി E ചന്ദ്രശേഖരൻ പുരസ്കാരം കൈമാറി. ചടങ്ങിൽ AV രാമകൃഷ്ണൻ അധ്യക്ഷനായി.
ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് MC ജോസ്, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, P മുഹമ്മദ് കുഞ്ഞി, C യൂസഫ് ഹാജി, K വേണുഗോപാലൻ നമ്പ്യാർ, T മുഹമ്മദ് അസ്ലം, TK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ എൻഡോസൾഫാൻ ഇരയായ കുട്ടിക്ക് ഇരട്ട ദുരിതം. ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ കുട്ടിയുടെ കാലുകൾക്ക് പൊട്ടലേറ്റു. DYFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാസർഗോഡ് മേഖലയിൽ നടക്കുന്ന ഫാസിസ്റ്റ് അക്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കില്ലെന്ന് ചെറുക്കളം അബ്ദുള്ള. കാസർഗോഡ് SP ഓഫീസ് പരിസരത്ത് ചൂരി മഹല്ല് കമ്മിറ്റി കോൺഫെഡറേഷന്റെ ജനകീയ കൂട്ടായ്മ. ബേക്കൽ BRC പരിധിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മൾട്ടി കാറ്റഗറി റിസോഴ്സ് സെന്റർ. കിസ്വയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച റിസോഴ്സ് സെന്റർ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പോലീസ് ഡ്യൂട്ടി മീറ്റിൽ താരമായി കാസർഗോഡ് പോലീസ് ഡോഗ് സ്ക്വാഡിലെ കറുത്തമുത്ത്. സംസ്ഥാനത്തെ മികച്ച പോലീസ് നായക്കുള്ള സ്വർണ്ണ മെഡൽ നേടിയാണ് ബഡ്ഡി എന്ന പോലീസ് നായ ജില്ലാ പോലീസിന് അഭിമാനമായത്. അലങ്കാര മത്സ്യങ്ങൾ വിൽക്കുന്നവരും വളർത്തുന്നവരും ദുരിതത്തിലേക്ക്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ ജീവിതം വഴിമുട്ടി വ്യാപാരികൾ. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.